അതിൻ്റെ CCTV ഫുട്ടേജ് കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒരു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കുറെ കൂടി വ്യക്തത ആർന്ന വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. അത് ആ വിമാനം റൺവേയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്നതിൻ്റെ ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരു പക്ഷേ എന്താണ് പിന്നീട് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കണ്ടതാണ് വിമാനം മുകളിലേക്ക് പറന്നതിന് തൊട്ട് പിന്നാലെ അത് ഒരു കെട്ടിടത്തിൻ്റെ നിഴലിലേക്ക് പോവുകയും പിന്നീട് ഒരു അഗ്നിഗോളം കണക്കി അതവിടെ ഒന്ന് തെറിക്കുകയും ചെയ്യുന്നതാണ്. ഇതാ ഇവിടെയും ആ ദൃശ്യങ്ങളുടെ അതുതന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നത് കുറെ കൂടി വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ്. നോക്കൂ, ഇതാണ് ആ യാത്രക്കാരൻ പറയുന്ന ആശുപത്രിയിൽ വിജയകുമാർ അവസാന നിമിഷവും അത് ഉയർത്താൻ നോക്കുന്നുണ്ട് പൈലറ്റ് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എല്ലാവരും ഇപ്പോൾ ഇത് പരിശോധിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അത് പറന്ന് മുങ്ങി ടേക്ക് ഓഫ് ചെയ്ത് അധിക ദൂരം എത്തുന്നതിന് മുൻപ് തന്നെ വീണ വലിയ ഒരു തീഗോളമാവുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഹൃദയഭേദകമാണ് ആ ദൃശ്യങ്ങൾ, ഭയപ്പെടുത്തുന്നതാണ്, ഭീതിജനകമാണ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ, നിസ്സംശയം പറയാം. നേരത്തെ കണ്ട ദൃശ്യങ്ങളെക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ആ ദൃശ്യങ്ങൾ, കൃത്യതയോടുകൂടി ആ ദൃശ്യങ്ങൾ കാണുകയാണ്. അപ്പോഴും എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്ന കാര്യം ഇപ്പോഴും നിലവിൽ വ്യക്തമല്ല. അതിനെക്കുറിച്ചുള്ള വിശദമായ ആഴത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ ഒരുപക്ഷെ ഈ പറയുന്ന കൃത്യമായ കാരണങ്ങൾ എന്താണ് എന്നറിയാൻ കഴിയുള്ളൂ. നമുക്ക് മുന്നിലുള്ള ദൃശ്യങ്ങൾ ഇതാണ്. 242 യാത്രക്കാരുമായി പറന്നു പൊങ്ങിയ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം 787 ഡ്രീം ലൈനർ വിമാനം അത് പറന്നു പൊങ്ങി അല്പസമയത്തിനകം ഏതാണ്ട് ഒരു ചെറിയ നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു. അതിനുശേഷം അത് താഴേക്ക് വരുമ്പോഴും ആ വിമാനത്തിന്റെ മുൻഭാഗം അത് ഉയർത്താൻ അതിലെ പൈലറ്റ് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും മെയ്ഡേ എന്ന 3 മെയ്ഡേ കോൾ കൊടുക്കുകയും അതിന്റെ പ്രതികരണം വന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നേരത്തെ രക്ഷപ്പെട്ട യാത്രികൻ പറയുന്നത് പോലെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നത് പോലെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം താഴെ വീണ് ഒരു വലിയ തീഗോളമായി. ഇത് ലണ്ടനിലേക്കുള്ള ഗാറ്റ്വിക് എയർപോർട്ടിലേക്കുള്ള ഒരു വിമാനമായിരുന്നു. അത്രത്തോളം ഇന്ധനം അതിലുണ്ട്. അപ്പൊ ഇന്ധനം അത്രയും ഉണ്ടാകുമ്പോൾ ആ സ്ഫോടനത്തിന്റെ മാരക പ്രഹരശേഷി അത്രത്തോളം ഉണ്ട്. അങ്ങനെയാണ് അത് അത്ര വലിയൊരു തീഗോളമായി മാറുന്നത് എന്നുകൂടി നമുക്ക് ഉറപ്പായി നിസ്സംശയം പറയുകയും ചെയ്യാം. അച്യുതൻ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഇനി അറിയാനുള്ളത് ഈ പറയുന്ന രീതിയിൽ ഇത് ബേർഡ് ഹിറ്റ് ആണ്. ഇപ്പോ ഈ പറയുന്ന പൈലറ്റ് സമൂഹത്തിൽ അല്ലെങ്കിൽ വ്യോമയാന സമൂഹത്തിൽ ഇത് ബേർഡ് ഹിറ്റ് ആണ് എന്ന അതിശക്തമായൊരു വാദം ഉയരുന്നുണ്ട്. 2 എഞ്ചിനുകൾ അങ്ങനെയാണ് 2 എഞ്ചിനുകളും ഒരുപോലെ തകരാറിലാകുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ തകരാറിലായ സംഭവങ്ങളുണ്ട് എന്നൊക്കെ ഈ പൈലറ്റ് കൂട്ടായ്മയിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അവർ ഔദ്യോഗികമായി നമ്മളോട് ഒഫീഷ്യലി സ്ഥിരീകരിച്ച് പറയുന്നില്ലെങ്കിൽ കൂടിയും ഇനി അറിയാനുള്ളത് ഇത്ര മാരകമായ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ച കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വൈകിയാണെങ്കിൽ കൂടിയും ഒരു യാത്രികൻ രക്ഷപ്പെട്ട ഒരു നല്ല വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അച്യുതൻ, മറ്റേതെങ്കിലും സർവൈവേഴ്സ് ഉണ്ടോ, രക്ഷപ്പെട്ട യാത്രികരുണ്ടോ എന്നുകൂടി ഈ രാത്രി നമ്മുടെ ആകാംക്ഷയാണ്. അച്യുതൻ. ഹാഷ്മി, തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു അപകടമുണ്ടായി അതിൽ അത്ഭുതകരമായ ഒരു യാത്രികൻ രക്ഷപ്പെട്ടു എന്നതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വിവരം. അദ്ദേഹം ഈ വിമാനം തകരുന്ന ഘട്ടത്തിൽ എമർജൻസി എക്സിറ്റിലൂടെയാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ നടന്ന് പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ, അത് മഹത്തായതായി തന്നെയാണ്. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഒരു യാത്രികൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ അപകടവുമായി സംബന്ധിച്ച് നിലവിൽ വരുന്ന വിവരം ഇതിന്റെ എഞ്ചിൻ തകരാറാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങളാണ്. കാരണം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയും ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. കാറ്റിന്റെ വേഗതയെടുത്താലും അല്ലെങ്കിൽ ദൃശ്യപരിധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചാലും അത്തരമൊരു പ്രതികൂല സാഹചര്യം എയർപോർട്ട് വിമാനത്താവളത്തിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് വിവരങ്ങൾ. അതിനുശേഷം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ വിമാനം കൈവരിക്കേണ്ട ഉയരത്തിലേക്ക് ഈ വിമാനത്തിന് എത്താൻ കഴിയുന്നില്ല എന്നതാണ്. 625 അടി, കേവലം 190 മീറ്റർ മാത്രമേ ഈ വിമാനത്തിന് ഉയർന്നു പൊങ്ങുവാനായി സാധിച്ചുള്ളൂ. അതിനകത്ത് ഈ 625 അടി ഉയരത്തിലെത്തുമ്പോഴാണ് ATCയുമായി ബന്ധപ്പെടുന്നത്. ഇത്തരമൊരു അപായ സൂചന അത് ഈ വിമാനത്തിൽ നിന്ന് ATCക്ക് നൽകുന്നു. തുടർന്ന് ATC വിമാനത്തെ ബന്ധപ്പെടുമ്പോൾ ആ വിമാനവുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. തുടർന്നാണ് ഈ വിമാനം തൊട്ടടുത്ത നിമിഷം 1:40 തന്നെ ഈ ഡോക്ടർമാരുടെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങുന്നത്. 2 കെട്ടിടങ്ങളിലായാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. അതിൽ ഒരു കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. 1:38 ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. 1:39
9:09 ATCക്ക് സന്ദേശം നൽകുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഈ വിമാനം തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് സംബന്ധിച്ചുള്ള കാരണം അതിന് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്താൽ മാത്രമേ അതിലേക്ക് വരാൻ കഴിയൂ. കാരണം ബ്ലാക്ക് ബോക്സിനെ സംബന്ധിച്ച ഈ വിമാനത്തിന്റെ എല്ലാ റെക്കോർഡും ശേഖരിക്കുന്ന ഒരു ഘടകമാണ്. വിമാനത്തിന്റെ ഉയരം, വേഗത, ഒപ്പം എഞ്ചിൻ ത്രസ്റ്റ്, ഫ്ലൈറ്റ് പാത്ത് ഡേറ്റ, കോക്പിറ്റിലെ അവസാന ആശയവിനിമയം എന്തായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ബ്ലാക്ക് ബോക്സിൽ ശേഖരിക്കുക. അത് പരിശോധിച്ചാൽ മാത്രമേ ഏത് സാഹചര്യത്തിലാണ് റെക്കോർഡ് നമ്മൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് റെക്കോർഡേഴ്സ് വളരെ സുരക്ഷിതമായി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതിരിക്കുന്ന ഭാഗങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയാൻ കഴിയും. മാത്രമല്ല ഒരു രക്ഷപ്പെട്ട യാത്രക്കാരനുണ്ട്. അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ അതിനിർണായകമാണ്.